സയൻസ് സയൻസ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിരീശ്വരവാദികളുണ്ടല്ലോ, അവരോട് പറയട്ടെ, കേരളത്തിൽ മലയാളി ആദ്യമായി സയൻസ് എന്ന വാക്ക് കേട്ടത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പള്ളിക്കൂടങ്ങളിലാണ്. സയൻസ് എന്ന വാക്ക് മലയാളി ആദ്യമായി വായിക്കുന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തിയ പത്രങ്ങളിലൂടെയാണ്. ആദ്യമായി ഒരു ശാസ്ത്രലേഖനം മലയാളി കാണുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പത്രത്തിലാണ്. ആദ്യമായി ഒരു ശാസ്ത്ര പുസ്തകം മലയാളി കാണുന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ അത് ഇറക്കിയപ്പോഴാണ്. അതായത് ആധുനിക ശാസ്ത്രത്തിന് അടിത്തറയിട്ടതും അത് വളർത്തിക്കൊണ്ടുവന്നതും ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യൻ തിയോളജിയന്മാര്, അച്ഛന്മാര്, കർദിനാൾമാര്, ബിഷപ്പുമാര്, പാസ്റ്റർമാര്, അങ്ങനെയുള്ള ആളുകളാണ് അതിന്റെ പുറകെ പ്രവർത്തിച്ചിട്ടുള്ളത്. അവരാണ് അതിന് അടിത്തറയിടുന്നതും അതിനെ വികസിപ്പിച്ച് കൊണ്ടുവരുന്നതും. ഏകദേശം 40-ലധികം ശാസ്ത്രശാഖകൾക്ക് 20-ാം നൂറ്റാണ്ടിന് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 19-20 നൂറ്റാണ്ടുകളിലായിട്ട് 40-ലധികം ശാസ്ത്രശാഖകളുടെ ഫൗണ്ടിങ് ഫാദേഴ്സായിട്ട് നിൽക്കുന്നത് ക്രിസ്ത്യൻസാണ്. നാമധേയ ക്രൈസ്തവരൊന്നുമല്ല. അപ്പോളജിസ്റ്റുകളുണ്ട്. ബൈബിളാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് തർക്കിക്കുകയൊക്കെ ചെയ്യുന്ന, വാദിക്കുന്ന, ബൈബിൾ ദൈവത്തിന്റെ വചനം, ഇത് 100% സത്യമെന്ന് മറ്റുള്ളവരുടെ മുമ്പാകെ വാദിക്കുന്ന ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുണ്ട് അതിൽ. പിന്നെ ഗ്രിഗർ മെന്റലിനെ പോലെയുള്ള പുരോഹിതന്മാരുണ്ടായിരുന്നു. ന്യൂട്ടനെ പോലെയൊക്കെയുള്ള തിയോളജിയന്മാരുണ്ട്. ഫാരഡെ പോലെയുള്ള പാസ്റ്റർമാരുണ്ട്. ഇങ്ങനെ ക്രൈസ്തവ ലോകമാണ്, ക്രിസ്ത്യൻസാണ്. വെറും നാമധേയ ക്രൈസ്തവരല്ല, കൃത്യമായി ബൈബിൾ വിശ്വസിക്കുന്ന, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ദൈവവചനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ അന്വേഷിച്ചു പോയവരെ. അപ്പോൾ ക്രൈസ്തവരാണ് അതിന് അടിത്തറയിട്ടത്, അതിനെ വികസിപ്പിച്ചതും. എന്നാൽ അത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചതോ അതും ക്രൈസ്തവരാണ്, ക്രിസ്ത്യൻ മിഷണറിമാരാണ്. യൂറോപ്പിലുള്ള തിയോളജിയന്മാര്, അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ക്രൈസ്തവ പുരോഹിതന്മാരും തിയോളജിയന്മാരും ഒക്കെ ആധുനിക ശാസ്ത്രത്തിന് അടിത്തറയിടുകയും അതിനെ വളർത്തുകയും ചെയ്തപ്പോൾ ക്രൈസ്തവ മിഷണറിമാര് ഇത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. കേരളത്തിലും അവർ തന്നെയാണ് ഇത് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത്, വേറെ ആരുമല്ല. അപ്പൊ എന്റെ ചോദ്യം, ഇതിൽ നിരീശ്വരവാദികൾക്ക് എവിടെ റോള്? നിരീശ്വരവാദികൾക്ക് എവിടെ റോള്? അവര് ആധുനിക ശാസ്ത്രത്തിന് അടിത്തറയിടുന്നതിൽ അവർക്കൊരു റോളില്ല. അതിനെ വളർത്തിക്കൊണ്ടുവന്നതിൽ അവർക്കൊരു റോളില്ല. ലോകമെമ്പാടും അത് പ്രചരിപ്പിച്ചതിൽ അവർക്കൊരു റോളും ഇല്ല. നിരീശ്വരവാദികൾക്ക് ഒരു റോളില്ല ഇതിനകത്ത്, ഒരു റോളും ഇല്ല. പക്ഷേ അവരുടെ വർത്തമാനമൊക്കെ കേട്ടാൽ തോന്നും ശാസ്ത്രം എന്തോ അവരുടെ തോളിലിരിക്കുകയാണ്, ശാസ്ത്രം അവരുടെ തറവാട്ടുവകയാണ്, അവരുടെ കുത്തകയാണെന്ന് നമുക്ക് തോന്നും. ആ വിധത്തിലാണ് അവരിതാക്കുന്നത്. ഇത് ബഷീറിന്റെ കഥാപാത്രം, ജബ്ബാർ മാഷ ആ സംവാദത്തിൽ പറയുന്നുണ്ടല്ലോ, ബഷീറിന്റെ ഒരു കഥാപാത്രം എട്ടുകാലി മമ്മൂഞ്ഞിനെയാണ് ഉദ്ദേശിച്ചത്. ആ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവമാണിത്, അതല്ലാതെ വേറൊന്നുമല്ല. ഇനി ഒരു പരിണാമവാദിക്ക് ശാസ്ത്രത്തിൽ ഗവേഷണം നടത്താൻ വല്ല വകുപ്പുമുണ്ടോ? ഇല്ലെന്നാണ് പരിണാമവാദിയായ തോമസ് നാഗൽ പറഞ്ഞിരിക്കുന്നത്. തോമസ് നാഗൽ പരിണാമവാദിയാണ് കേട്ടോ, പരിണാമവാദിയാണ്, അല്ലാതെ ദൈവവിശ്വാസിയൊന്നുമല്ല, സൃഷ്ടിവാദിയല്ല. അദ്ദേഹം പറയാണ്, പരിണാമത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിണാമവാദിക്ക് ശാസ്ത്രത്തിൽ ഗവേഷണം നടത്താനുള്ള വകുപ്പില്ല. എന്താ കാരണം എന്നറിയണ്ടേ? പ്രപഞ്ചം ഉണ്ടായ അന്ന് മുതലേ പ്രപഞ്ച നിയമങ്ങളും ഉണ്ടായിരിക്കണം. കാരണം ഈ നിയമങ്ങളില്ലെങ്കിൽ പ്രപഞ്ചം നിലനിൽക്കുകയില്ല. ഈ ഗ്രഹങ്ങളെല്ലാം അന്യോന്യം കൂട്ടിയിടിക്കും, തകരും, ഒന്നും നിലനിൽക്കുകയൊന്നുമില്ല. അപ്പൊ കൃത്യമായ നിയമങ്ങൾ പ്രപഞ്ചത്തിനുണ്ട്, അതുകൊണ്ട് പ്രപഞ്ചം ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പൊ ഇത് ആരംഭം മുതലേ, പ്രപഞ്ചം എപ്പോൾ സൃഷ്ടിക്കപ്പെട്ടുവോ അന്ന് മുതലേ ഈ നിയമങ്ങൾ ഉണ്ടായിരിക്കണം. ഈ നിയമങ്ങളൊന്നും കോടാനുകോടി വർഷം കൊണ്ട് തന്നെ പരിണമിച്ചു വരില്ല. എത്ര കോടി വർഷം കഴിഞ്ഞാലും ഒരു നിയമവും പരിണമിച്ചൊന്നും വരില്ല, ഉണ്ടാവില്ല. നിയമം ആരംഭം മുതലേ തന്നെ ഉണ്ടാകണം. അപ്പൊ പ്രപഞ്ചത്തിന് നിയമങ്ങൾ ഉണ്ടെന്ന് അംഗീകരിക്കുകയാണെങ്കിൽ ഒരു നിയമദാതാവ് കൂടി ഉണ്ടെന്ന് അവൻ അംഗീകരിക്കേണ്ടി വരും. ആ നിയമദാതാവിനെയാണ് സൃഷ്ടിവാദികൾ ദൈവം എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പരിണാമവാദി പരിണാമവിശ്വാസം തള്ളിക്കളഞ്ഞ് സൃഷ്ടിവാദം അംഗീകരിച്ചെങ്കിൽ മാത്രമേ അവന് ശാസ്ത്രത്തിൽ ഗവേഷണം നടത്താൻ പറ്റൂ. അതങ്ങനെ പറ്റൂ. അതെന്തുകൊണ്ടാണ് ഒന്നും കൂടി ഞാൻ വിശദീകരിക്കാം. ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ പൊടിയാണ് മിൽക്കി വേ എന്ന് പറയുന്നത്. അതിലെ ഒരു ചെറിയ പൊടിയാണ് സൗരയൂഥം. അതിലെ ഒരു ചെറിയ ഗ്രഹമാണ് ഭൂമി. ആ ഭൂമിയിലുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ സംബന്ധിച്ച് അവൻ വെറും ഒരു പുഴുവാണ്. പുഴു എന്ന് പറഞ്ഞാൽ പിന്നെയും വളരെ വലുപ്പം കൂടുതലാണ്, വല്ല ബാക്ടീരിയയോ വൈറസോ ഒക്കെ ആണെന്ന് പറയേണ്ടി വരും, അത്ര ചെറുതാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് തന്നെ പരിണാമ സിദ്ധാന്ത പ്രകാരം ഫിലോസഫിക്കലായ അസംഭവ്യമാണെന്നാണ് തോമസ് നാഗൽ പറയുന്നത്. കാരണം
പരിണാമ സിദ്ധാന്ത പ്രകാരം മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ചുണ്ടായവനാണ്. ഒരു മൃഗവും ഇന്നുവരെ പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. മനുഷ്യനേക്കാളും വലിയ തലച്ചോറുള്ള ജീവികൾ ഈ ലോകത്തുണ്ട്. തലച്ചോറിൻ്റെ വലിപ്പത്തിൽ മനുഷ്യനേക്കാളും വലിയ തലച്ചോറുകൾ. അവയൊന്നും തന്നെ പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അവ മാത്രമല്ല, മധ്യകാല യൂറോപ്പിലെ ക്രിസ്ത്യൻ ശാസ്ത്രജ്ഞന്മാർക്ക് മുമ്പുള്ള ഒറ്റ മനുഷ്യനും പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിരുന്നില്ല. അതാണ് വസ്തുത. അപ്പം അങ്ങനെ ഇരിക്കെ മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ചുണ്ടായ മനുഷ്യൻ എന്ന ഇരുകാലി മൃഗം മാത്രം എന്തുകൊണ്ട് പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം? അവൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. മറ്റു മൃഗങ്ങളും ഒന്നും ഈ പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതെ ജീവിക്കുന്നത് പോലെ ഇവനും അങ്ങനെ തന്നെ ജീവിച്ചാൽ പോരെ. ഇനിയിപ്പോൾ അവൻ അന്വേഷിക്കണം എന്ന് വിചാരിച്ചോ? അങ്ങനെ അന്വേഷിക്കണമെന്ന് ചിന്തിച്ചാൽ തന്നെ അവൻ്റെ മനസ്സിൽ ഊഹിക്കാവുന്നതിലും അനേക കോടി മടങ്ങ് വലുപ്പമുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ അവൻ്റെ ബുദ്ധിയിൽ അവൻ ഒതുങ്ങുമോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഫിലോസഫിക്കലായി പരിണാമ സിദ്ധാന്തത്തിന് ഉത്തരമില്ലെന്ന് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി ആൻഡ് ലോ എമിറേറ്റ്സ് ആയ പരിണാമവാദി കൂടിയായ തോമസ് നാഗൽ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇതിനൊന്നും പരിണാമ സിദ്ധാന്തത്തിൽ ഉത്തരമില്ല. എന്നാൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പണ്ട് ജോഹന്നാസ് കെപ്ലർ പറഞ്ഞിട്ടുണ്ട്. കെപ്ലർ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 8 മിനിറ്റിന്റെ പുറകെ 10 കൊല്ലം പോയ ആൾ. അദ്ദേഹം പറഞ്ഞു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവനെ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവം പ്രകൃതിയിൽ വച്ചിരിക്കുന്ന ഈ നിയമങ്ങളെ അറിയുവാനും ദൈവത്തിന്റെ ചിന്തകൾ മനുഷ്യർക്ക് ഗ്രഹിക്കാനും കഴിയുന്നു എന്നാണ് കെപ്ലർ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവത്തിന്റെ ചിന്തകളെ അന്വേഷിക്കാൻ, അതറിയുവാൻ, അത് ഗ്രഹിപ്പാൻ, അതുപോലെ ദൈവം ഈ പ്രപഞ്ചത്തിൽ വച്ചിരിക്കുന്ന നിയമങ്ങളെ മനസ്സിലാക്കുവാൻ മനുഷ്യന് സാധിക്കുന്നു. മറ്റൊരു ജീവിയെയും ദൈവം തന്റെ സാദൃശ്യത്തിലോ സ്വരൂപത്തിലോ സൃഷ്ടിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവയ്ക്കതിനുള്ള കഴിവില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ ജബ്ബാർ മാഷ് യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുടെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ചുരുക്കി പറയാം, യൂറോപ്പിലെ പഴക്കം ചെന്ന സയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തുടങ്ങിയത് ക്രൈസ്തവരാണ്. അതായത് ഇന്നത്തെ പേരുകേട്ട യൂണിവേഴ്സിറ്റികളടക്കം പല സ്ഥാപനങ്ങളും കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ചതാണ്. അതുപോലെ ശാസ്ത്രത്തിൽ ഗവേഷണം നടത്തിയത് യൂറോപ്യൻ ക്രൈസ്തവരാണ്. അച്ഛന്മാരും ബിഷപ്പുമാരും കർദിനാൾമാരും പാസ്റ്റർമാരും തിയോളജിയന്മാരും ഒക്കെ അതിനകത്ത് ഉണ്ട്. അതുപോലെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് യൂറോപ്യൻ ക്രൈസ്തവരാണ്. ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിയോളജിയന്മാർ, പാസ്റ്റർമാർ, അച്ഛന്മാർ, ബിഷപ്പുമാർ, കർദിനാൾമാരൊക്കെ ഉണ്ട് അതിനകത്ത്. ബഹുഭൂരിപക്ഷം ശാസ്ത്രശാഖകൾക്ക് അടിത്തറയിട്ടതും യൂറോപ്യൻ ക്രൈസ്തവരാണ്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് അവർ ചെയ്തത്? യൂറോപ്പിലെ ക്രിസ്തു മതത്തെ തകർക്കാൻ വേണ്ടിയാണെന്നാണ് ജബ്ബാർ മാഷ് അടക്കമുള്ള നിരീശ്വരവാദികൾ പറയുന്നത്. ചിരിക്കുകയല്ലാതെ നമ്മൾ വേറെ എന്ത് ചെയ്യാനാണ് ഇത് കേൾക്കുമ്പോൾ? അവർ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സ്ഥാപിച്ച് അത് ഗവേഷണത്തിന് വേണ്ടി, ഇന്നത്തെ പോലെ ശാസ്ത്ര ഗവേഷണത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഫണ്ട് കിട്ടുന്ന അല്ലെങ്കിൽ സാലറി കിട്ടുന്ന പരിപാടിയൊന്നുമില്ല. ഡെഡിക്കേഷനാണ്. വേറെ എന്തെങ്കിലും ജോലിയുണ്ട്, ആ ജോലി ചെയ്യുമ്പോൾ തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുന്നത്. അല്ലാതെ ഇന്നത്തെ പോലെ ശാസ്ത്രജ്ഞൻ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും അന്നില്ല. അതൊന്നും ഇല്ലാതിരിക്കെ ഇതിനു വേണ്ടി അങ്ങ് ജീവിതം ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പം ഇതൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? അവർ വിശ്വസിക്കുന്ന അവരുടെ വിശ്വാസം തെറ്റാണെന്ന് സമർത്ഥിക്കാൻ, അതിൻ്റെ നടു ഒടിച്ച് കളയാൻ, അതിൻ്റെ നട്ടിൽ തകർത്ത് കളയാൻ. പറയുന്നതിന് അല്പം യുക്തിയൊക്കെ വേണ്ടേ? യുക്തിവാദി എന്ന് പറഞ്ഞ് നടക്കുന്നവരല്ലേ നിങ്ങൾ? അപ്പോൾ പറയുമ്പോൾ ഇത്തിരി യുക്തിയൊക്കെ വേണ്ടേ?